ഹലോ, എൻ്റെ പേര് ഷിഫ ഷെറിൻ. ഞാൻ DH എക്സാം ആയിരുന്നു എഴുതിയിരുന്നത്. ഞാൻ മെഡ്വെഞ്ചറിന് കോച്ചിങ്ങിന് ചേർന്നിട്ട് കുറച്ചായി. ഞാൻ ആദ്യം ചെയ്തത് പറഞ്ഞാൽ അവരുടെ ക്ലാസ്സസ് മൊത്തം ഇരുന്ന് കേൾക്കുമായിരുന്നു. സ്റ്റഡി മെറ്റീരിയൽ വെച്ചിട്ട് ക്ലാസ്സസ് കംപ്ലീറ്റ് കവർ ചെയ്തു. കവർ ചെയ്തതിന് ശേഷം ഞാൻ എക്സാമിന് ഡേറ്റ് എടുത്തത്. അതിന് ഡേറ്റ് എടുത്തിട്ട് ഒരു 15 ദിവസം ഞാൻ അവർ ഇമ്പോർട്ടൻറ്റ് ഫയൽസ് മാത്രമാണ് നോക്കിയത്. ഇമ്പോർട്ടൻറ്റ് ഫയൽസും അതുപോലെ തന്നെ ക്രാഷ് കോഴ്സും മെഡിസിൻ കെമിസ്ട്രിയുടെ ക്ലാസ്സും ഞാൻ ആ സമയത്ത് കേട്ടിരുന്നു. പിന്നെ എനിക്ക് എപ്പോൾ വേണമെങ്കിലും പ്രോപ്പർ റിപ്ലൈ കിട്ടിയിരുന്നു. എന്ത് ഡൗട്ട്സ് ഉണ്ടെങ്കിലും ഒക്കെ ക്ലിയർ ചെയ്ത് തന്നിരുന്നു. ക്ലാസ്സസ് നല്ല രീതിക്ക് മനസ്സിലാവുന്ന ആർക്കാണെങ്കിലും മനസ്സിലാവുന്ന രീതിക്കാണ് ക്ലാസ്സസ് മൊത്തം ഉള്ളത്. നമുക്ക് ഈസി ആയിട്ട് അത് കവർ ചെയ്യാൻ പറ്റുന്നുണ്ട്. പിന്നെ എക്സാം വലിയ കുഴപ്പമുണ്ടായിരുന്നില്ല. എനിക്ക് ഒരു 40% ഡയറക്റ്റ് തന്നെയായിരുന്നു ക്വസ്റ്റ്യൻസ് വന്നിരുന്നത്. നമ്മൾ എക്സാമിന് ഇമ്പോർട്ടൻറ്റ് ഫയൽസിൽ പഠിച്ച സെയിം സംഭവം തന്നെയായിരുന്നു ഡയറക്റ്റ് വന്നിരുന്നത്. കുറച്ച് ക്വസ്റ്റ്യൻസ് കൺഫ്യൂസിങ് ആയിരുന്നു. അതുപോലെ എനിക്ക് കാൽക്കുലേഷൻസും കുറച്ച് കുഴപ്പമായിരുന്നു. പക്ഷേ നമ്മളൊന്ന് ആലോചിച്ച് സെയിം ഇരുന്നുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് കിട്ടുന്ന ടൈപ്പ് തന്നെയായിരുന്നു. അതായത് നമ്മൾ പഠിച്ച സംഭവം തന്നെ ജസ്റ്റ് ഒന്ന് ട്വിസ്റ്റ് ചെയ്ത് ചോദിച്ച പോലെ ആയിരുന്നു. കുഴപ്പമുണ്ടായിരുന്നില്ല. പിന്നെ ടൈമൊന്നും പ്രശ്നം ഉണ്ടായിരുന്നില്ല. ഞാൻ ആദ്യം കാൽക്കുലേഷൻസ് മാറ്റി വെച്ചിട്ട് ബാക്കി എല്ലാതും കവർ ചെയ്തു. അതിനുശേഷം ലാസ്റ്റ് കാൽക്കുലേഷൻസിന് ടൈം കൊടുത്തു. അങ്ങനെ വെച്ച് നോക്കുമ്പോൾ എനിക്ക് അത്യാവശ്യം ടൈം ഉണ്ടായിരുന്നു, കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ ഈ ഇമ്പോർട്ടൻറ്റ് ഫയൽസ് മാത്രമാണ് ഞാൻ കാര്യമായിട്ട് പഠിച്ചത്. അതായത് ഈ ആപ്പിലുള്ള ഇമ്പോർട്ടൻറ്റ് ഫയൽസ് കംപ്ലീറ്റ് എല്ലാം നോക്കിയിരുന്നു. അത് പഠിച്ചിട്ടാണ് പാസ്സായത്. കുഴപ്പമൊന്നുമില്ല. ശ്രമിച്ചാൽ എല്ലാവർക്കും കിട്ടാവുന്ന തന്നെ ഉള്ളൂ.